ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും. അപ്പോൾ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ട് ഇരിക്കുന്ന ഒരു നാരങ്ങ വെള്ളമാണ് ബ്രസീലിയൻ ലെമണേഡ്. അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ല ക്രീമി ആയിട്ടുള്ള ഒരു നാരങ്ങ വെള്ളമാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് തയ്യാറാക്കി കഴിഞ്ഞാൽ നമ്മൾ ഉടനെ കുടിക്കണം, വെച്ചിരുന്നാൽ ഇതിൽ കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ നമുക്കിത് തയ്യാറാക്കി ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ കൊടുക്കാൻ പറ്റിയ ഒരു നാരങ്ങ വെള്ളമാണ്. ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു വലിയ നാരങ്ങ അതിനെ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്ത്, നാരങ്ങ കട്ട് ചെയ്തെടുത്തതിന് ശേഷം മറക്കാതെ അതിലുള്ള കുരുവൊക്കെ കളയണം, ഇല്ലെങ്കിൽ നന്നായിട്ട് കയ്പ്പായിരിക്കും നമ്മുടെ നാരങ്ങ വെള്ളം. ഇതിലേക്ക് ഒരു 5-6 പുതിനയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് നമ്മുടെ കണ്ടൻസ്ഡ് മിൽക്കാണ്. അപ്പോൾ ഇതൊരു 1/4 കപ്പോളം, നമ്മുടെ മധുരം എത്രയാണോ ആവശ്യം അതിനനുസരിച്ച് ഞാനൊരു 1/4 കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെള്ളമാണ്. അപ്പോൾ പാകത്തിനുള്ള ഞാനൊരു 1.5 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ആ നാരങ്ങയുടെ തോടൊക്കെ അടിയാതെ തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കാം. ഒരു മിനിറ്റൊക്കെ മതിയാവും. നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇതൊരു അരിപ്പയിലേക്ക് ചേർത്തിട്ട് നമുക്കൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല ക്രീമി ആയിട്ടുള്ള അടിപൊളി നാരങ്ങ വെള്ളമാണ്. നല്ല ടേസ്റ്റാണ്. ഇതെന്തായാലും നമുക്ക് ഇത് വെച്ചിരുന്നിട്ടൊന്നും കുടിക്കാൻ പറ്റത്തില്ല. നന്നായിട്ട് കയ്പ്പ്, നമ്മൾ നാരങ്ങയുടെ തോടൊക്കെ ഇട്ട് അടിക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കയ്പ്പ് രസം ഉണ്ടാവും. അപ്പോൾ ഇത് അടിച്ചിട്ട് ഉടനെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കേട്ടോ നാരങ്ങ വെള്ളം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും കൂടി മറക്കരുതേ. താങ്ക് യു.